അതിപ്പോ എന്നോട് പറഞ്ഞല്ലോ മറ്റേ ജയരാജ് സാറുമായിട്ടൊരു കഥയുടെ ചർച്ച നടക്കുന്നുണ്ട്. സിനിമയാണോ? സിനിമയാണ് സാർ. അത് പിന്നെ ഞാൻ ചോദിച്ചത് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സാറ് ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്. ദേശാടനം, കളിയാട്ടം, പിന്നെ സ്നേഹം, പിന്നെ കുടുംബസമേതം, പിന്നെ ജോണി വാക്കർ പോലത്തെ വലിയ വലിയ സിനിമകളൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ എന്നെ പോലത്തെ ഒരു ട്രൈബൽ സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കണ്ടന്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, നമുക്ക് നേരിട്ട് സംസാരിക്കാം, എറണാകുളത്ത് വരുവാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഞാൻ ഈ കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞു സസ്പെൻസിൽ നിർത്താം. അപ്പൊ ജയരാജ് സാറ് ഈ സിനിമ സംവിധാനം ചെയ്യാനും അത് പുറത്തിറക്കാനും എന്താ പറയാ, ഈ കഥ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ ഒരു ഭാഗ്യമുണ്ടോ? അത് നടപടിയാവും തോന്നുന്നു. ജൂൺ 30 കഴിയട്ടെ സാറേ. പക്ഷെ അതിൽ ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഇരുന്ന ഇരിപ്പാണ്. ഞാനത് സാധാരണ ഒരുപാട് സിനിമകൾ എനിക്ക് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. എന്റെ നാടക ഗുരുവും എന്റെ അധ്യാപകനും ഒക്കെ ആയിരുന്നു തങ്കച്ച മാഷി, ബിലത്തോട്ടം എന്ന് പറയും, ഒരു എഴുത്തുകാരനും കൂടിയാണ് പുള്ളിക്കാരൻ. സാറ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു 100 സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമേന്റെ കഥയ്ക്ക് നമുക്ക് കുറേയൊക്കെ എഴുതാൻ പറ്റും. ഞാനൊരു 1000 സിനിമയും കണ്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടി അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ക്ലൈമാക്സ് വരെ ക്ലൈമാക്സ്, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് മലയാള സിനിമയിൽ വരാത്തൊരു ക്ലൈമാക്സ് വേണം. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. മലയാള സിനിമയിൽ ഇതുവരെ വരാത്തൊരു ക്ലൈമാക്സുമായിട്ട് നമ്മുടെ രാമചന്ദ്രൻ വൈദ്യര് കഥയും കവിതയും പാട്ടും ഒക്കെ ആയിട്ട് ഒരു സിനിമയായിട്ട് വരുന്നു. പ്രതീക്ഷിക്കുന്നു സാറേ. അല്ല, നടക്കും. ബി പോസിറ്റീവ്.